ഹായ് എല്ലാവർക്കും തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വീണ്ടും ഒരു ഹെയർ പാക്ക് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഹെയർ പാക്ക് മുടി കൊഴിച്ചിൽ കുറയാനും മുടി വളരാനുമുള്ള ഒരു ഹെയർ പാക്കാണ്. ഞാൻ കഴിഞ്ഞ എൻ്റെ ഹെയർ കെയർ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മുടി കുറച്ച് കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ആ ഒരു പനിക്ക് ശേഷം കഴിഞ്ഞ ഒരു മാസമായിട്ട് ഒരുമാതിരി നന്നായിട്ട് പൊഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അതുകൊണ്ട് തന്നെ എഗ്ഗിൻ്റെ തന്നെ ഒരു ഹെയർ പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ എഗ്ഗ് എന്ന് പറയുന്നത് മുടി വളരുന്ന പുതിയ മുടികൾ കിളിർക്കാൻ ഭയങ്കര നല്ല ഒരു കാര്യമാണ്. തലയ്ക്ക് പുതിയ മുടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് മുടി പൊഴിഞ്ഞു പോയാലും മുടി പൊഴിഞ്ഞ് നമ്മൾ ഡെയിലി മുടി നല്ലോണം പൊഴിയും. മുടി പൊഴിയാതൊന്നും ഇരിക്കത്തില്ല, മുടി പൊഴിയും. പക്ഷെ ആ പൊഴിയുന്നതോടൊപ്പം അതിൻ്റെ കൂട്ടത്തിൽ പുതിയ മുടികൾ കിളിർക്കുകയാണെങ്കിലാണ് നമ്മുടെ മുടിക്ക് കട്ടി വെക്കുന്നത്. അല്ലെങ്കിൽ മുടി അങ്ങ് പോയി അങ്ങ് പോകും. പുതിയ മുടികൾ കിളിർക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ കൂടുതൽ നോക്കേണ്ടത്. ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം മുടി പൊഴിഞ്ഞാലും നമ്മുടെ ഇങ്ങനെ വെക്കുമ്പം പ്രത്യേകിച്ച് നമ്മൾ ഇപ്പം ഷാമ്പു ഒക്കെ ചെയ്ത് മുടി നല്ല ഡ്രൈ ആക്കിയിട്ട് ഇങ്ങനെ പകർപ്പെടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും പുതിയ മുടികൾ കുഞ്ഞു മുടികൾ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പുതിയ മുടികൾ പൊഴിഞ്ഞാലും പുതിയ മുടികൾ കിളിർക്കുന്നുണ്ട്. അപ്പം നമുക്ക് വലുതായിട്ടൊന്നും എഫക്റ്റ് ചെയ്യത്തില്ല മുടി പൊഴിഞ്ഞാലും. അങ്ങനെയൊക്കെ ഞാൻ നോക്കിയതൊക്കെ ഞാനങ്ങനെ നോക്കും പുതിയ മുടികൾ കിളിർക്കുന്നുണ്ടോ. അപ്പം മുടി കൊഴിയുമ്പോൾ എനിക്ക് വലിയൊരു കിളിർക്കുന്നുണ്ടല്ലോ, പുതിയ മുടികൾ വരുന്നുണ്ടല്ലോ, അപ്പോൾ കുഴപ്പമില്ല എന്നുള്ള ഒരു ഞാൻ അങ്ങനെ അതിനെ എടുക്കും. അത് ആക്ച്വലി എന്നെ സംബന്ധിച്ചത് നല്ലൊരു കാര്യമാണ്. അപ്പം ഞാൻ അങ്ങനെ പുതിയ മുടികൾ കിളിർക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഈ മുട്ട തേക്കുന്നത്. മുട്ട ഉള്ളിലോട്ട് കഴിക്കുന്നതും അതെ. അതിനകത്ത് ഈ ബയോട്ടിൻ, വൈറ്റമിൻ B7 അതൊന്നും ഈ ബയോട്ടിൻ എന്ന് പറഞ്ഞ സംഭവം. മുട്ടയ്ക്കകത്ത് ബയോട്ടിൻ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സീഡ്സിനകത്തും ഒക്കെ ഈ സംഭവം ഉണ്ടെന്ന്. സൺഫ്ലവർ, പംകിൻ, ആ സംഭവത്തിനകത്ത് ഈ ബയോട്ടിൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അപ്പം മുട്ട ഉള്ളിലോട്ട് കഴിക്കുന്നതും അതെ, മുട്ട തലയിൽ തേക്കുന്നതും ഈ ഒരു സംഭവം ഉള്ളത് കൊണ്ട് നല്ലതാണ് മുടി സ്ട്രെങ്തൻ വെക്കാനും. പിന്നെ ഈ ബയോട്ടിൻ ആണ് ഈ കെരാട്ടിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അത് ഈ മുടിക്ക് നല്ലതാണ്. മുടി ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനും ആ ഒരു മുടിക്ക് നല്ല കരുത്ത് നൽകാനും ഒക്കെ ഭയങ്കര നല്ലതാണ്. അപ്പം എഗ്ഗ് യൂസ് ചെയ്തുള്ള ഹെയർ മാസ്കാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എഗ്ഗും പിന്നെ ഇന്ന് ഉലുവ എഗ്ഗൊന്നും പറയണ്ടല്ല. എനിക്ക് തോന്നുന്നു പണ്ട് മിക്കവാറും പേരും യൂസ് ചെയ്യുന്നതാണ് ഈ മുടിക്കും ഇതൊക്കെ. പക്ഷെ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് ഇത് നല്ല പ്രയോജനം ചെയ്യും. എസ്പെഷ്യലി ഉലുവയും എഗ്ഗും കൂടെയുള്ള ഹെയർ മാസ്ക് ഞാൻ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഒരു വെക്കേഷൻ ടൈമിലൊക്കെ ആകുമ്പം നമ്മൾ അധികം പുറത്തു പോകാത്ത ദിവസമൊക്കെ ഈ മുട്ട ഒന്നോട് തന്നെ ചേർക്കുന്നതാണ്. ആക്ച്വലി ഈ ബയോട്ടിൻ എന്ന് പറഞ്ഞ സംഭവം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഉണ്ണിക്കകത്താണ് അത് കൂടുതലെന്നാണ് എൻ്റെ ഒരു അറിവ്. വെള്ള ഭാഗത്തെക്കാട്ടിലും എഗ് വൈറ്റിലും ആ ഒരു മുട്ടയുടെ ഉണ്ണിക്കകത്താണ് ഈ സംഭവം ഉള്ളതെന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പം ആ ഒരു മുട്ട ഒന്നോടെ തേക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ ഈ മണം ഈ പറഞ്ഞ പോലെ അതൊരു പ്രശ്നമാണ്. നമ്മൾ ഇപ്പം പുറത്തു പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു മണം പ്രശ്നമാണ്. അതുകൊണ്ട് പുറത്തു പോകാത്ത സമയങ്ങളിൽ ഈ മുട്ട ഒന്നോടെ തലയിൽ തേക്കുന്നത് നല്ലതാണ് മുടിക്ക്. പിന്നെ എസ്പെഷ്യലി ഈ ഡ്രൈ ഹെയർ ഉള്ളവർ എന്തായാലും മുട്ട ഒന്നോടെ തേക്കണം. കാരണം ആ ഫാറ്റ് കണ്ടന്റ് നമ്മുടെ ആ ഒരു കുറച്ച് മോയ്സ്ചർ ഇത് തലമുടിക്ക് കൊടുക്കും. ഓയിലി ഹെയർ ആണെങ്കിൽ മുട്ടയുടെ വെള്ള മാത്രം തേച്ചാലും മതി. പക്ഷെ മുട്ടയുടെ വെള്ളയെക്കാട്ടിലും ഉണ്ണിയിലാണ് ഈ സംഭവം ഇരിക്കുന്നതെന്നും ആണ് പറയുന്നത്. പക്ഷെ ഈ ഡ്രൈ ഹെയർ ഉള്ളവർ മുട്ടയുടെ വെള്ള തന്നെ തേച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും ഒന്നുകൂടെ ഡ്രൈ ആകും. അങ്ങനത്തെ കുറച്ച് കുഴപ്പമുണ്ട് മുട്ട ഉപയോഗിക്കുമ്പോൾ. ഈ ഡ്രൈനെസ് ചിലപ്പം ഇതാകും. അപ്പം അതിന് പകരം അതിൻ്റെ കൂട്ടത്തിൽ ഈ തൈരും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഈ മുട്ട തേക്കുന്നത് നല്ലതാണ്. അപ്പം ഇന്നത്തെ ഹെയർ പാക്കിൽ ഞാൻ മുട്ടയും പിന്നെ ഉലുവ, ഞാൻ പറഞ്ഞില്ല, ഉലുവ വെള്ളത്തിലിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത ഉലുവയാണ്. ഉലുവ മുടിപ്പൊഴിച്ചില്, താരൻ മുടിപ്പൊഴിച്ചില്, ഇതുപോലെ പുതിയ മുടികൾ കിളിർക്കാനും ഒക്കെ ഭയങ്കര നല്ലതാണ് ഈ ഉലുവ എന്ന് പറഞ്ഞ സംഭവം. അത് സ്ഥിരമായി ചുമ്മാ ഉലുവ വെള്ളം ഇട്ട് ഇപ്പം
ഒരു 2 ദിവസം കൂടുമ്പോഴൊക്കെ ഉലുവ കുതിർത്ത വെള്ളമോ അല്ലെങ്കിൽ ഉലുവയിട്ട് തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ തലമുടിയിട്ട് കഴുകി കഴിഞ്ഞാൽ തലമുടിക്ക് ഭയങ്കര നല്ലതാണ്. ഈ മുടി ഡാൻഡ്രഫിനൊക്കെ ഭയങ്കര നല്ലതാണ് ഈ ഉലുവ എന്ന് പറഞ്ഞ സംഭവം. അപ്പം ഞാൻ കുറച്ച് ഉലുവ തലേദിവസം വെള്ളത്തിലിട്ട് ഇപ്പോൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഈ മുട്ടയും പിന്നെ തൈര് ഞാൻ കൂടുതലും ആ ഒരു മുടിയുടെ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, ഡ്രൈനെസ് ഇല്ലാതാക്കുക. കാരണം ഈ ഉലുവയ്ക്കും ഒക്കെ ഒരു ഡ്രൈനെസ് ഉണ്ട്, മുടിക്ക് ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞാലും ഈ ഡ്രൈ ഹെയറുകാർ ഉപയോഗിക്കുമ്പോഴത്തേക്കിനും അതിന് കുറച്ച് എന്തെങ്കിലും മോയ്സ്ചർ അതൊന്ന് ഇതാകാൻ വേണ്ടിയിട്ടുള്ള സംഭവം കൊടുത്തില്ലെങ്കിൽ ഒന്നുകൂടെ അങ്ങ് ഡ്രൈ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം മുടി പൊട്ടിപ്പോവും. അതാണ് വേറൊരു കുഴപ്പമുള്ളത്. നമ്മൾ അതിൻ്റെ ആ ഒരു രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് അതിന് എതിരായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടാകും. കാരണം ഡ്രൈ ഹെയർ ഉള്ളവരാണെങ്കിൽ ഇതിപ്പം ഉലുവ തന്നെ ചിലപ്പം തേച്ചാലോ അല്ലെങ്കിൽ മുട്ട തന്നെയൊക്കെ തേച്ച് കഴിഞ്ഞാൽ മുടി കഴിയൊക്കെ കഴിയുമ്പം മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇത് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ തൈര് അതിനകത്ത് ചേർക്കാം. ഞാനാണെങ്കിൽ തല നല്ലപോലെ എണ്ണ തേക്കും, നല്ലതായിട്ട് എണ്ണ തേച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഹെയർ പാക്കുകൾ ഇടുന്നത്. കാരണം എൻ്റെ മുടി പെട്ടെന്നാണ് ഡ്രൈ ആവുന്നത്. അതുകൊണ്ട് ഞാൻ നല്ലപോലെ തലയിൽ എണ്ണ തേച്ചിട്ട് ഇങ്ങനെയുള്ള പാക്കുകൾ. അപ്പോൾ ഈ പാക്കിനകത്തും നമ്മുടെ ഈ പറഞ്ഞ പോലുള്ള എന്തെങ്കിലും തൈരാണ് ഏറ്റവും നല്ലത് ഒരു ഡ്രൈനെസ്സിന് വേണ്ടിയിട്ട്. മുടിക്ക് താരനും ഒക്കെ ഭയങ്കര നല്ലതാണ് ഈ തൈരെന്ന് പറയുന്ന സംഭവം. അപ്പം തൈര് ചേർത്താം. അല്ലെങ്കിൽ പിന്നെ മുടിയിൽ എണ്ണ തേക്കുന്നില്ലെങ്കിൽ ആ പാക്കിനകത്ത് തന്നെ ഇങ്ങനെയുള്ള എന്താ പറയുന്നത് ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ. കോക്കനട്ട് ഓയിലാണ് ഏറ്റവും നല്ലത് മുടിക്ക്. പിന്നെ ഒലിവ് ഓയിലിൻ്റെ കാര്യവും പറയുന്നുണ്ട്, ഒലിവ് ഓയിലും ഭയങ്കര നല്ലതാണ് തലമുടിക്കെന്ന്. അപ്പം അങ്ങനെയുള്ള ഓയിലുകൾ എന്തെങ്കിലും ഇട്ട് പാക്ക് ഉണ്ടാക്കി അതും തേക്കാം. പക്ഷെ എനിക്ക് എപ്പോഴും എഫക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്നത്, എനിക്കൊരു നല്ല എനിക്ക് തോന്നിയിരിക്കുന്നത് തലമുടിയിലും തലോടിലും നന്നായിട്ട് എണ്ണ തേച്ചിട്ട് ഈ പാക്ക് ഇട്ട് കഴിയുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് ഫീൽ ചെയ്തിരിക്കുന്നത് ഈ പാക്കിനകത്ത് എണ്ണ തേക്കുന്നതിൽ. പിന്നെ അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഇന്നത്തെ ഒരു ഹെയർ പാക്ക് അതാണ്. അപ്പം പിന്നെ ഇത് കൊള്ളും. ഈ പറഞ്ഞ പോലെ എൻ്റെ ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് മുടി പൊഴിയുന്നതാണ്. അതൊന്നും കുറച്ച് മുടി എന്താ പറയുന്നത് പുതിയ മുടികൾ കിളിർക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണിത്. അപ്പം നമുക്ക് നേരെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വരാം. അപ്പം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉലുവയാണ്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തോട് ഒത്തിരി വെള്ളത്തിൽ കുതിർക്കണ്ട, കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഇത്രയൊന്ന് കുതിർത്തെടുത്താൽ മതി. പിന്നെ നമുക്ക് ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് 1-2 സ്പൂൺ തൈരും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. തൈരും മുട്ടയും എല്ലാം ഫ്രിഡ്ജിനകത്ത് വെച്ചത് ഉടനെ ചാടിക്കയറി ഉപയോഗിക്കല്. എന്താ പറയുന്നത്, അതിൻ്റെ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പം ഞാൻ ബാൽക്കണിയിലേക്ക് വന്ന് ഇത് ഉണ്ടാക്കിയിട്ട് എന്നിട്ട് നമുക്കിതിനിപ്പോൾ തല തേക്കാം. ഞാൻ തല നിറച്ച് എണ്ണ തേച്ചിട്ടുണ്ട്. എണ്ണ തേച്ച് ഞാനൊരു 10-15 മിനിറ്റ് ഇത് ഉണ്ടാക്കുന്ന സമയവും പിന്നെ കുറച്ച് നേരവും കൂടെ ഞാൻ ഇരുന്നിട്ടാണ് ഞാൻ തേക്കാൻ പോകുന്നത്. അപ്പം നമുക്കിനി ഇത് തലയിൽ തേക്കാം. തല ഓട്ടിയിലാണ് കൂടുതൽ തേക്കേണ്ടത്, തല എന്താ പറയുന്നത് മുടിയെക്കാട്ടിലും. കാരണം ഇത് ആ ഒരു ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതല്ലേ. ഇപ്പം പക്ഷെ ഇവിടെ അങ്ങനെ വലിയ മൂടിയ കാലാവസ്ഥയൊന്നും ഇല്ല. തണുപ്പുണ്ടെങ്കിലും തണുപ്പ് കുറെ കുറഞ്ഞു. ഇപ്പം ആക്ച്വലി രാവിലെ ഇപ്പോൾ ഒരു 17-18 ഉള്ളൂ. ഒത്തിരി ഉള്ള തണുപ്പൊക്കെ അങ്ങ് പോയി. അപ്പോൾ പിന്നെ മാത്രമല്ല പകലിപ്പം നല്ല വെയിലുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ആ ഒരു ഭയങ്കരമായ മൂടിയ ആ ഒരു കാലാവസ്ഥയൊക്കെ അങ്ങ് പോയി. കൺസിസ്റ്റൻസി അനുസരിച്ച് ഇത് ലൂസാക്കാം. ഇത് കുറച്ച് നേരം ഇരുന്ന് ഇത് തിക്കായിപ്പോ ഉലുവയല്ലേ. അപ്പോൾ കുറച്ചുകൂടെ തൈര് അതിനകത്ത് ചേർത്ത് വേണമെങ്കിൽ ഇതങ്ങ് എന്താ പറയുന്നത്
ഇതാക്കി എടുക്കാം, കുറച്ചുകൂടെ ലൂസാക്കി എടുക്കാം. ഇനി നമുക്ക് വേഗം പോയി കുളിക്കാം. ഞാൻ തലയോട്ടിയാണ് കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടത്, തലമുടിയെക്കാട്ടിലും. കാരണം ഇത് നമ്മൾ ഹെയർ ഫോളിനും പറഞ്ഞ ഡാൻഡ്രഫിനും ഹെയർ ഫോളിനും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തലയോട്ടിയെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. പിന്നെന്താ, ഈ ഉലുവയുടെയും ഒക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെ തലമുടിയുടെ അളവ് പോലെ വേണം എടുക്കാനായിട്ട്. ഞാൻ അങ്ങനെ ഒത്തിരി എടുക്കാറില്ല, ഞാൻ കാരണം കുറച്ച് എടുക്കാറുള്ളൂ. കൂടുതൽ എടുത്തു കഴിഞ്ഞ് അതിങ്ങനെ കഴുകി കളയാനൊക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചേ സാധാരണ എടുക്കാറുള്ളൂ. പിന്നെ എന്താണ്, ഇത് ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കല്. വെച്ച് കഴിഞ്ഞാൽ ഇത് മുട്ടയൊക്കെ ചേരുന്നത് പെട്ടെന്ന് ഡ്രൈ ആവും. ഡ്രൈ ആയിട്ട് നമുക്കിത് കഴുകി കളയാൻ തന്നെ വലിയ പാടായിരിക്കും. അതുകൊണ്ട് ഇത് കുറേ നേരമൊന്നും വെച്ചുകൊണ്ടിരിക്കില്ല. പിന്നെന്താ, അത് മാത്രമല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ പനിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുകയും ചെയ്തും കുറേ നേരം ആ ഒരു തണുപ്പ് വെച്ചുകൊണ്ടിരുന്ന പിന്നെ അത് കഴുകി കളയാനും ഭയങ്കര പാടായിരിക്കും. അപ്പം അങ്ങനെ. അപ്പം നമുക്കിനി ഇതൊക്കെ കഴുകി കളഞ്ഞ് വന്നിട്ട് കാണാം. ഹായ്, ഞാൻ ഈ ഹെയർ കെയർ വീഡിയോയുടെ എൻഡ് ക്ലിപ്പ് എടുക്കുന്ന ആക്ച്വലി ഒരു ദിവസം കഴിഞ്ഞിട്ടാണ്. എനിക്ക് അന്ന് എന്നെ എടുക്കാൻ ഞാൻ മറന്നുപോയി അങ്ങ്. ഇതിൻ്റെ ബാക്കി ഞാൻ എടുത്തില്ലല്ലോ എന്ന് ഞാൻ മുടിയൊക്കെ കഴുകി കഴിഞ്ഞിട്ട് ഇപ്പോഴേ ഞാൻ ഇതിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഇതിൻ്റെ ബാക്കി ഞാൻ എടുത്തിട്ടില്ല എന്ന്. അപ്പം ഈ ഒരു ഹെയർ പാക്കിന് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ ഉലുവയും മുട്ടയൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് ഒരു ഡ്രൈനെസ്, എനിക്ക് ചെറുതായിട്ട് ഇച്ചിരി ഡ്രൈനെസ് കൂടും ഇതിട്ട. പക്ഷേ മുടി ഡാൻഡ്രഫിനും ബാക്കിയുള്ള കാര്യത്തിനും ഒക്കെ നല്ലതാണ്. ഇപ്പം ഞാൻ ഓയിൽ നല്ലപോലെ പുരട്ടിയാലും ഒരു മുട്ട ഫുൾ ചേർത്താലും ഒക്കെ ഒരു ഡ്രൈനെസ് പൊട്ടിക്ക് എന്താ പറയുന്നത്, മറ്റുള്ള ഹെയർ പാക്കിൽ നിന്നും എനിക്ക് ഇച്ചിരി ഡ്രൈനെസ് കൂടും. അതാണ് എൻ്റെ മുടിക്ക് അതൊരു പ്രശ്നമാണ്. ഇച്ചിരി ഡ്രൈ ആയിട്ട് നമ്മൾ എത്ര എണ്ണ പുരട്ടിയാലും, അത്ര എണ്ണ പുരട്ടുന്നതുകൊണ്ടാണ് ആക്ച്വലി അത്രയും കുറവ്, എന്താ പറയുന്നത്, അത്രയും ഡ്രൈനെസ് അത്രയും കുറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരു മൈൽഡ് ഷാമ്പു ഇട്ട് കഴുകണമെന്നുള്ള കാര്യം എല്ലാവരും, പ്രത്യേകിച്ച് മുട്ട തലയിൽ തേക്കുന്നത് കൊണ്ട് ഒരു മൈൽഡ് ഷാമ്പു ഇട്ട് കഴുകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഉലുവ തന്നെ തല തേക്കുകയാണെങ്കിൽ ഇപ്പം എണ്ണമയൊക്കെ പോയി കഴിഞ്ഞാൽ ഷാമ്പു യൂസ് ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ ചെയ്യും, എന്തെങ്കിലും ചെറുതായിട്ടൊരു ഷാമ്പു വാഷും കൂടെ ഞാൻ നടത്തും. എന്നാലേ എനിക്കത് തലയിൽ നിന്നെല്ലാം അത് പോയി എന്നൊരു ഉറപ്പ് വരത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഉലുവ തന്നെ തേക്കുകയാണെങ്കിൽ ഷാമ്പു തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഓൾറെഡി എല്ലാം എനിക്കങ്ങനെ ചില സമയത്ത് തോന്നാറുണ്ട് അങ്ങനെ തേച്ചില്ലെങ്കിലും കുഴപ്പമില്ലാന്ന്. പിന്നെ അങ്ങനെയാണ് ഇത് ഹെയർ ഗ്രോത്തിന് ഇത് ഞാൻ നാട്ടിലായിരുന്നപ്പം എനിക്ക് തോന്നുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പം ബിടെക്കിനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പം വെക്കേഷൻ ടൈമിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഹെയർ പാക്കായിരുന്നു ഇത്. ഈ ഉലുവ കുതിർത്തിട്ട് അതിനകത്തൊരു മുട്ടയും കൂടെ ചേർത്ത് തേക്കുക എന്നുള്ളത്. പക്ഷേ എനിക്ക് ഇതുപോലൊരു അപ്പം നാട്ടിൽ എനിക്കൊരു കുറച്ചുകൂടി ഒരു സോഫ്റ്റ്നെസ് ആണ് തോന്നാറുള്ളത് ഉലുവയൊക്കെ തേക്കുമ്പോൾ. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റിൽ നേരെ തിരിച്ചാണ്. എനിക്ക് ഉലുവ തേക്കുമ്പോഴും മുട്ട തേക്കുമ്പോഴും ഒക്കെ കൂടുതൽ എനിക്ക് ഇച്ചിരി ഒരു വെള്ളത്തിൻ്റെ കുഴപ്പമായിരിക്കും. എനിക്ക് ഡ്രൈനെസ് ആണ് കൂടുതലും തോന്നാറ്. പിന്നെ എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റിൽ ഏറ്റവും എനിക്ക് നന്നായിട്ട് തല തേക്കുമ്പോൾ നല്ല മുടി നല്ല സോഫ്റ്റായിട്ട് നല്ലതായിട്ട് ഇരിക്കുന്നത് എപ്പോഴും തോന്നുന്നത് നമ്മുടെ തൈര് തന്നെ തേങ്ങാപ്പാൽ തേക്കുമ്പോൾ ഞാൻ അങ്ങനെയുള്ള ഹെയർ പാക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട്. തൈരും തേങ്ങാപ്പാലും ഒക്കെ ചേർക്കുമ്പോഴാണ് മുടി നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നത്. അതിൽ ഉലുവയോ അല്ലെങ്കിൽ കരിഞ്ജീരകം തന്നെ തേച്ചാൽ അത്രയും കുഴപ്പമില്ല. കരിഞ്ജീരകം ഞാൻ തന്നെ തേക്കുന്ന വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല, പക്ഷെ ഞാൻ തേച്ച് നോക്കിയിട്ടുണ്ട്, അത്രയും കുഴപ്പമില്ല. പക്ഷെ ഉലുവ വരുമ്പം ഒരിത്തിരി ഉലുവയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഉലുവ ഇങ്ങനെ ഇതായിട്ട് തേക്കുമ്പോഴത്തേനും എനിക്കിവിടെ ഡ്രൈനെസ് വരാറുണ്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നാട്ടിൽ വെച്ച് എനിക്കത് ചെയ്യുമ്പോഴത്തേനും കൂടുതൽ എനിക്ക് മുടി സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യുന്ന പോലെ തോന്നിയിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇത് ഹെയർ ഗ്രോത്തിന് നല്ല ഒരു കാര്യമാണ് ഇത്. എനിക്ക് പണ്ട് ഹെയർ ഗ്രോത്തിനും ഡാൻഡ്രഫിനും നല്ലൊരു ഹെയർ പാക്കാണ് ഉലുവയും മുട്ടയും കൂടെ ഉള്ളത്. അപ്പോൾ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീഡിയോ അടുത്തൊരു വീഡിയോ വരുന്നതിന് വരെ താങ്ക് യു സോ മച്ച്.